നമസ്കാരം. BBC പ്രാദേശിക വാർത്തകൾ ആരംഭിക്കുന്നു. പ്രധാന വാർത്തകളിലേക്ക്. സംസ്ഥാനത്തെ ദുരിതാശ്വാസ ക്യാമ്പുകളിൽ യാതൊരുവിധ അടിസ്ഥാന സൗകര്യങ്ങളുമില്ലെന്ന് CPM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ. ഇടുക്കി കോളപ്രയിലെ ഉരുൾപൊട്ടൽ ദുരന്ത മേഖല സന്ദർശിച്ച ശേഷം മാധ്യമപ്രവർത്തകരോട് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. ഒരാഴ്ചക്കിടെ ഇടുക്കി ഡാമിൽ 20 അടി ജലനിരപ്പ് ഉയർന്നു. വൈദ്യുതി പ്രതിസന്ധിക്ക് ആശ്വാസം. രാജമുടി SC ഉന്നതിയിൽ കഴിഞ്ഞ ദിവസം കാട്ടാനശല്യം നേരിട്ട പ്രദേശം MLA സിറീക് തോമസ് സന്ദർശിച്ചു. കനത്ത മഴയിൽ മണപ്പുറം കമ്പകക്കാനത്ത് റോഡ് തകർന്ന ഇടങ്ങളിൽ ഇടുക്കി MP അഡ്വക്കേറ്റ് ഡീൻ കുര്യാക്കോസ് സന്ദർശനം നടത്തി. സംസ്ഥാനത്തെ മഴക്കെടുതിയും പ്രളയവും നേരിടുന്നതിനും ദുരിതബാധിതർക്ക് അടിയന്തര ആശ്വാസം ഉറപ്പാക്കുന്നതിനുമായി സുപ്രധാന തീരുമാനങ്ങൾക്ക് മന്ത്രിസഭ അംഗീകാരം നൽകിയതായി മുഖ്യമന്ത്രി VD സതീശൻ. വാർത്തകൾ വിശദമായി. സംസ്ഥാനത്തെ ദുരിതാശ്വാസ ക്യാമ്പുകളിൽ യാതൊരുവിധ അടിസ്ഥാന സൗകര്യങ്ങളുമില്ലെന്നും ക്യാമ്പുകളുടെ അവസ്ഥ പരിതാപകരമാണെന്നും CPM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ. ഇടുക്കി കോളപ്രയിലെ ഉരുൾപൊട്ടൽ ദുരന്തമേഖല സന്ദർശിച്ച ശേഷം മാധ്യമപ്രവർത്തകരോട് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. പ്രകൃതി ദുരന്തവുമായി ബന്ധപ്പെട്ട ആശ്വാസ പ്രവർത്തനങ്ങളിൽ പാർട്ടിക്ക് യാതൊരുവിധ രാഷ്ട്രീയവുമില്ലെന്നും ദുരിതബാധിതരായ സാധാരണക്കാർക്ക് അടിയന്തരമായി സഹായം എത്തിക്കുകയാണ് വേണ്ടതെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. ഭാഗമായി ഒരു വീട്, ആ വീട്ടിലെ 3 പേര്, 2 പേര് രക്ഷപ്പെടുകയും സുമതി മരിക്കുകയും ചെയ്ത സാഹചര്യത്തിലാണ് ഇവിടെ അവരുടെ മകളുടെ വീട്ടിൽ അച്ഛൻ ദേവിയും സഹോദരനും ഉൾപ്പെടുന്നത്. സഹോദരൻ ചളിയിലാണ്ടുപോയി. പിന്നീട് നാട്ടുകാരൊക്കെ വന്ന് രക്ഷപ്പെടുത്തുന്നു. ലിപിയോടൊപ്പം പുറത്തിറങ്ങിയതായിരുന്നു സുമതി. കൈവിട്ടു പോയപ്പോൾ സുമതി മരണത്തിലേക്ക് നീങ്ങുകയാണ് ചെയ്തത്. അവരുടെ കുടുംബം വലിയ പ്രയാസത്തിലാണ്. അവരുടെ ദുഃഖത്തിൽ അനുശോചനം രേഖപ്പെടുത്തുകയാണ്. കേരളത്തിൽ അങ്ങോളം ഇങ്ങോളം ദുരന്തത്തിൻ്റെ ഭാഗമായി നിരവധി ആളുകൾ നമ്മെ മുട്ടിപ്പിരിഞ്ഞിട്ടുണ്ട്. കടൽക്ഷോഭത്തിൻ്റെ ഭാഗമായിട്ട് നിരവധി ആളുകൾ ഇപ്പോഴും തിരച്ചിൽ നടത്തിക്കൊണ്ടിരിക്കുകയാണ്. അവരെ കിട്ടിയിട്ടില്ല. വളരെ ലാഘവത്തോടു കൂടിയാണ് മുഖ്യമന്ത്രിയും മന്ത്രിമാരും ഇത്തരം കാര്യങ്ങളെ കാണുന്നത്. ക്യാമ്പുകളുടെ അവസ്ഥ വളരെ പരിതാപകരമാണ്. ഞാനിങ്ങോട്ട് വരുമ്പോഴും വാർത്ത കാണുകയും ചങ്ങനാശ്ശേരി ഗവൺമെൻറ് LP സ്കൂളിലെ ഒരു ക്യാമ്പിൻ്റെ ചിത്രം റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. 2:15 വരെ ഇന്നലെ മുതൽ ക്യാമ്പിൽ താമസിക്കുകയാണ് അവർ. അവർക്ക് ഭക്ഷണമില്ല, വെള്ളം പോലും ഇല്ല, മറ്റൊരു സൗകര്യമില്ല. VD സതീശൻ കേരളത്തിൻ്റെ മുഖ്യമന്ത്രി പറഞ്ഞത് ഞാൻ 3 മണിക്കാണ് ഭക്ഷണം കഴിച്ചത് എന്നാണ്. ഇന്ന് 3 മണി വരെ അവർക്ക് ഭക്ഷണം കിട്ടി. മുഖ്യമന്ത്രിയുടെ 3 മണിക്കൂറിൻ്റെ ഭക്ഷണം അതൊരു വലിയ വാർത്തയായിട്ട് അദ്ദേഹം തന്നെ അവതരിപ്പിക്കുമ്പോൾ ക്യാമ്പുകളിൽ താമസിക്കുന്നവർക്ക് ഇന്നലെയും ഇന്ന് രാവിലെയും ഇന്ന് 2:15 മണി വരെയും ഭക്ഷണം കിട്ടിയിട്ടില്ല എന്ന വാർത്തയാണ് റിപ്പോർട്ടർ TV അവിടെ നിന്ന് തന്നെ
സബ്മിഷൻ ചെയ്തിട്ടുള്ളത്. ഒരാഴ്ചക്കിടെ ഇടുക്കി ഡാമിൽ 20 അടി ജലനിരപ്പ് ഉയർന്നു. വൈദ്യുതി പ്രതിസന്ധിക്ക് ആശ്വാസം. സംസ്ഥാനത്ത് കഴിഞ്ഞ ദിവസങ്ങളിലുണ്ടായ കനത്ത മഴ ഇടുക്കി ജില്ലയിലെ പ്രധാന അണക്കെട്ടുകളിലെ ജലനിരപ്പ് ഗണ്യമായി ഉയർത്തി. ഒരാഴ്ചക്കിടെ ഇടുക്കി അണക്കെട്ടിൽ 20 അടിയോളം ജലനിരപ്പ് ഉയർന്ന് 2348.28 അടിയിലെത്തി. ഇത് ആകെ സംഭരണശേഷിയുടെ ഏകദേശം 44%. ജലനിരപ്പിലെ ഈ വർധന സംസ്ഥാനത്തെ വൈദ്യുതി ഉൽപാദന പ്രതിസന്ധിക്ക് ആശ്വാസമാകുമെന്നാണ് KSEBയുടെ വിലയിരുത്തൽ. കഴിഞ്ഞ ജൂലൈ 29-ന് 2329.56 അടിയായിരുന്നു ഇടുക്കി അണക്കെട്ടിലെ ജലനിരപ്പ്. വൃഷ്ടിപ്രദേശങ്ങളിൽ ലഭിച്ച ശക്തമായ മഴയെ തുടർന്നാണ് ഒരാഴ്ചയ്ക്കുള്ളിൽ ഇത്രയും വലിയ വർധന രേഖപ്പെടുത്തിയത്. കഴിഞ്ഞ വർഷത്തേക്കാൾ വലിയ കുറവിലായിരുന്ന ജലനിരപ്പ് ഇപ്പോൾ അതിനോട് അടുക്കുന്ന നിലയിലേക്ക് എത്തിയതും ആശ്വാസകരമാണ്. ജലനിരപ്പ് ഉയർന്ന സാഹചര്യത്തിൽ മൂലമറ്റം പവർ ഹൗസിലെ വൈദ്യുതി ഉൽപാദനം വർദ്ധിപ്പിക്കുന്ന കാര്യം KSEB പരിഗണിച്ചു വരികയാണ്. മഴയ്ക്ക് മുൻപ് ജലക്ഷാമത്തെ തുടർന്ന് സംസ്ഥാനത്ത് വൈദ്യുതി നിയന്ത്രണം ഏർപ്പെടുത്തേണ്ട സാഹചര്യം ഉണ്ടായിരുന്നുവെന്നതും ശ്രദ്ധേയമാണ്. അതേസമയം മുല്ലപ്പെരിയാർ അണക്കെട്ടിലും ഒരാഴ്ചക്കിടെ 8 അടി ജലനിരപ്പ് ഉയർന്ന് 120 അടിയിലെത്തി. കഴിഞ്ഞ ആഴ്ച ഇത് 112 അടിയായിരുന്നു. ഓഗസ്റ്റ് മാസത്തിലെ അനുവദനീയ പരമാവധി സംഭരണ നിരപ്പ് 126 അടിയാണ്. ജലനിരപ്പ് ഉയരുന്നതിനനുസരിച്ച് വെള്ളം വൈഗ അണക്കെട്ടിലേക്ക് കൂടുതൽ ഒഴുക്കാൻ തമിഴ്നാട് നടപടി സ്വീകരിച്ചേക്കുമെന്നാണ് സൂചന. ജില്ലയിലെ കല്ലാർകുട്ടി, ലോവർ പെരിയാർ അണക്കെട്ടുകളിൽ റെഡ് അലർട്ട് തുടരുകയാണ്. മലങ്കര അണക്കെട്ട് 2 ദിവസം മുൻപ് തുറന്നെങ്കിലും ഇപ്പോഴും ജലനിരപ്പ് നിരീക്ഷിച്ചു വരികയാണ്. അണക്കെട്ടുകളുടെ ജലനിരപ്പ് ഉയർന്നത് സംസ്ഥാനത്തിന്റെ വൈദ്യുതി മേഖലയ്ക്ക് വലിയ ആശ്വാസം നൽകുന്ന സാഹചര്യമാണ്. ന്യൂസ് ഡെസ്ക് BBC ന്യൂസ്. രാജമുടി SC ഉന്നതിയിൽ കഴിഞ്ഞ ദിവസം കാട്ടാനശല്യം നേരിട്ട പ്രദേശം MLA സിറിയക് തോമസ് സന്ദർശിച്ചു. MLA സ്ഥലം സന്ദർശിച്ച് സ്ഥിതിഗതികൾ വിലയിരുത്തി. തുടർന്ന് വനം വകുപ്പ് ഉദ്യോഗസ്ഥർക്ക് റോന്തു ചുറ്റൽ ശക്തമാക്കുന്നതിനും വൈദ്യുതി വേലികൾ സ്ഥാപിക്കുന്നതിനും മറ്റ് അടിയന്തര നടപടികൾ സ്വീകരിക്കുവാനും നിർദ്ദേശം നൽകി. കഴിഞ്ഞ ദിവസം ഇറങ്ങിയ കാട്ടാനയുടെ ശല്യം മൂലം സ്വൈരജീവിതം കെടുത്തിയ രാജമുടി SC ഉന്നതിയിലാണ് സ്ഥലം MLA സിറിയക് തോമസ് എത്തിയത്. കാട്ടാനയുടെ ആക്രമണത്തിൽ നിന്നും ചന്ദനവും കുടുംബവും രക്ഷപ്പെട്ടത് തലനാരിഴയ്ക്കായിരുന്നു. പ്രദേശത്തെ നിരവധി ആളുകളുടെ കൃഷിയാണ് കാട്ടാനയുടെ ശല്യത്താൽ നാശം സംഭവിച്ചിരിക്കുന്നത്. രാജേന്ദ്രൻ, അയ്യപ്പൻ, സെൽവരാജ്, പൊന്നയ്യാൻ, ചെല്ലമ്മ എന്നിവരുടെ ഏലം, കാപ്പി, കുരുമുളക് തുടങ്ങിയ നിരവധി കൃഷികൾക്ക് നാശം വന്നിട്ടുണ്ട്. പുലർച്ചെ 2 മണിക്കാണ് കാട്ടാന ചന്ദനത്തിന്റെ പുരയിടത്തിലെത്തിയത്. പീരുമേട് MLA സിറിയക് തോമസ് സ്ഥലത്തെത്തി സ്ഥിതിഗതികൾ വിലയിരുത്തി. ദൂരപാടിയാ പപ്പ ഇതുകൊണ്ട് നോട്ടീസ് അത്തിപ്പറ്റി പോയി നിങ്ങൾ ഞങ്ങൾ ആകുന്നുണ്ട്. ദയവുചെയ്ത് നിങ്ങൾ ഈ മുമ്പറിയും കൂടെ ഒന്ന് സഹായിച്ച് പണ്ട് കൊടുത്ത് അദ്ദേഹത്തിന് എല്ലാം കൂടെ ചെയ്യാനുള്ള സമയം. വഴിയുണ്ട് സാറേ, വഴി കൊണ്ട് കൊടുക്കാനും വഴി കൊടുക്കാനും ആളുമുണ്ട്, സ്ഥലം കൊടുക്കാനും ആൾക്കാർ സ്ഥലം കൊടുക്കാനും തയ്യാറാണ്. പക്ഷെ ഈ വഴി എവിടെയെങ്കിലും കൊണ്ട് മുട്ടാതെ ഈ 55 മൈൽ തുടങ്ങിയപ്പോ 55 മൈൽ തൊട്ട് വനംവകുപ്പ് ഉദ്യോഗസ്ഥരെ വിളിച്ച് റോന്തു ചുറ്റൽ ശക്തമാക്കുന്നതിനും വൈദ്യുതി വേലികൾ സ്ഥാപിക്കുന്നതിനും മറ്റ് അടിയന്തര നടപടികൾ സ്വീകരിക്കണമെന്നും സിറിയക് തോമസ് MLA നിർദ്ദേശം നൽകി. ന്യൂസ് ബ്യൂറോ, ഇടുക്കി. കനത്ത മഴയിൽ വണ്ണപ്പുറം കമ്പകക്കാനത്ത് റോഡ് തകർന്ന ഇടങ്ങളിൽ ഇടുക്കി MP അഡ്വക്കേറ്റ് ഡീൻ കുര്യാക്കോസ് സന്ദർശനം നടത്തി. വളവുകൾ അപകടരഹിതമാക്കി വീതി കൂട്ടി ഇവിടം പുനർനിർമ്മിക്കുവാൻ വേണ്ട നടപടികൾ സ്വീകരിക്കുമെന്ന് അദ്ദേഹം അറിയിച്ചു. ത്രിതല പഞ്ചായത്ത് ജനപ്രതിനിധികൾ, UDF നേതാക്കൾ എന്നിവർ MP അനുഗമിച്ചു. വണ്ണപ്പുറം ചേലച്ചുവട റോഡിൽ കമ്പകക്കാനത്തിന് സമീപം മണ്ണിടഞ്ഞും റോഡ് വിണ്ടുകീറി ഡിവൈഡർ വേർപെട്ടും അപകടത്തിലായ ഭാഗം അഡ്വക്കേറ്റ് ഡീൻ കുര്യാക്കോസ് MP സന്ദർശിച്ചു. നിലവിൽ ഇതുവഴി ഭാരവാഹനങ്ങൾ കടത്തിവിടുന്നില്ല. ബസ് സർവീസും നിലച്ചു. ഹൈറേഞ്ചിലേക്കുള്ള പ്രധാന റോഡാണ് ഇത്. ആലപ്പുഴ മുതല സംസ്ഥാന പാതയുടെ ഭാഗമായ ഇവിടെ വളവുകൾ അപകടരഹിതമാക്കി റോഡ് വീതി കൂട്ടി പുനർനിർമ്മിക്കുമെന്ന് അദ്ദേഹം അറിയിച്ചു. നമ്മുടെ ജില്ലയിലെ ഏറ്റവും പ്രധാനപ്പെട്ട റോഡായിട്ടുള്ള വണ്ണപ്പുറം ചേലച്ചൂട് റോഡിൽ ഏറ്റവും പ്രധാനപ്പെട്ട 2 വളവിൽ കഴിഞ്ഞ ദിവസത്തെ വലിയ മഴയിൽ വലിയ തരത്തിലുള്ള മണ്ണിടിച്ചിലുണ്ടായി. ആ മണ്ണിടിച്ചിലിനെ തുടർന്ന് ഏതാണ്ട് റോഡ് ബ്ലോക്കാകുന്ന ഒരു സ്ഥിതിയായിരുന്നു ഉണ്ടായിട്ടുള്ളത്. അപ്പോൾ ആ ഭാഗങ്ങളിലൊന്ന് നേരിട്ട് കണ്ട് കാര്യങ്ങൾ മനസ്സിലാക്കുന്നതിന് വേണ്ടിയിട്ടാണ് ഇന്നത്തെ ദിവസം ഇവിടെ എത്തിയത്. നിർമ്മാണ പ്രവൃത്തികൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. പക്ഷേ ഈ വിധത്തിലുള്ള ഒരു വലിയ അത്യാഹിതം സംഭവിച്ചപ്പോൾ സ്വാഭാവികമായിട്ടും ഒരു വലിയ ബുദ്ധിമുട്ടുണ്ടായിട്ടുണ്ട്. അപ്പോൾ ഈ ബുദ്ധിമുട്ട് പരിഹരിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള അടിയന്തരമായിട്ടുള്ള നടപടികൾ സ്വീകരിച്ചുകൊണ്ടിരിക്കുന്നു. അപ്പോൾ കഴിഞ്ഞ ദിവസം തന്നെ ജില്ലാതലത്തിൽ ബഹുമാനപ്പെട്ട മന്ത്രി ശ്രീ അനൂപ് ജേക്കബ് അദ്ദേഹം വിളിച്ചു ചേർത്ത മീറ്റിങ്ങിൽ കാലവർഷക്കെടുതിയെ തുടർന്നുണ്ടായിട്ടുള്ള നാശനഷ്ടങ്ങളെ സംബന്ധിച്ചിട്ടുള്ള സമ്പൂർണ്ണമായ വിലയിരുത്തൽ നടത്തുകയുണ്ടായി. അപ്പോൾ അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമായിട്ടാണ് റോഡ് ഗതാഗതം തടസ്സപ്പെടുത്തുന്ന വിധത്തിൽ മണ്ണിടിച്ചിലുകൾ ഉണ്ടായിട്ടുള്ളത്. അത് പരിഹരിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള നടപടി ഉണ്ടാവുക എന്നുള്ളത്. അപ്പോൾ അതിൻ്റെ ഭാഗമായി വളരെ പെട്ടെന്ന് തന്നെ ഈ പദ്ധതി നിർവഹണ ഏജൻസികളോട് ഇതുമായി ബന്ധപ്പെട്ടുള്ള എസ്റ്റിമേറ്റ് തയ്യാറാക്കാനും
മറ്റ് നടപടികൾ സ്വീകരിക്കാനുമുള്ള ആവശ്യം മുന്നോട്ട് വച്ചിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ അടിസ്ഥാനത്തിൽ ഇപ്പോൾ വണ്ണപ്പുറം ചേലച്ചൂട് റോഡ് സംസ്ഥാന പാതയാണ്, KRFBയുടെ വർക്കാണ്. അപ്പോൾ അതുമായി ബന്ധപ്പെട്ടിട്ടുള്ള നിർദ്ദേശങ്ങൾ പോയി കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ വളരെ പെട്ടെന്ന് തന്നെ അതിൻ്റെ അടിയന്തരമായ എസ്റ്റിമേറ്റ് എടുത്തുകൊണ്ട് ഈ പറഞ്ഞ ഭാഗത്ത് നാശനഷ്ടങ്ങൾ സംഭവിച്ചിട്ടുള്ളത് പരിഹരിച്ച് മതിൽ കെട്ടാനുള്ള അല്ലെങ്കിൽ സൈഡ് ഭിത്തി കെട്ടാനുള്ള ഒരു സംവിധാനത്തിലേക്ക് കടക്കും എന്നുള്ളതിൽ സംശയമില്ല. ഇവിടെ എല്ലാവരുടെയും ആവശ്യമനുസരിച്ച് കോൺക്രീറ്റ് വോൾ കെട്ടി പരിഹരിക്കേണ്ട ഒരു സ്ഥിതിയാണ് നിലനിൽക്കുന്നത്. കാരണം ഏറ്റവും പ്രധാനപ്പെട്ട 2 വളവുകളിലാണ് ഈ അപകടം സംഭവിച്ചിരിക്കുന്നത്. ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ജോസഫ് അറക്കത്തോട്ടം, ജില്ലാ പഞ്ചായത്ത് മെമ്പർ ഷൈലി റജി, ഗ്രാമപഞ്ചായത്ത് സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ ജിജോസ് ജോസഫ്, ഇളന്തേശം ബ്ലോക്ക് സ്റ്റാൻഡിംഗ് കമ്മിറ്റി അംഗങ്ങളായ ജൈനമ്മ ജോസ്, സണ്ണി കളപ്പുര, മെമ്പർ മനോജ് തോട്ടത്തിൽ, UDF കൺവീനർ ബേബി വട്ടക്കുന്നിൽ, ചെയർമാൻ ഇല്യാസ് PM, മണ്ഡലം പ്രസിഡന്റ് ഷാഹുൽ ഹമീദ്, VD ജോസ്, KM സുരേഷ് എന്നിവർ MPയെ അനുഗമിച്ചു. ന്യൂസ് ബ്യൂറോ, വണ്ണപ്പുറം. പീരുമേട് പഞ്ചായത്തിൽ ജനജാഗ്രതാ സമിതി പ്രവർത്തനം തുടങ്ങി. മദ്യത്തിനും മയക്കുമരുന്നിനുമെതിരെ ശക്തമായ പ്രതിരോധം. പീരുമേട് എക്സൈസ് വകുപ്പും ഗ്രാമപഞ്ചായത്തും സംയുക്തമായാണ് പദ്ധതിക്ക് നേതൃത്വം നൽകുന്നത്. ഗ്രാമതലത്തിൽ ജനപങ്കാളിത്തത്തോടെയുള്ള ഈ പ്രതിരോധം ലഹരിമുക്ത അന്തരീക്ഷം സൃഷ്ടിക്കുവാൻ ഏറെ സഹായകരമാകുമെന്ന് ഭാരവാഹികൾ പറഞ്ഞു. പീരുമേട് ഗ്രാമപഞ്ചായത്തിൽ മദ്യം, മയക്കുമരുന്ന് എന്നിവയുടെ ഉപയോഗവും വിപണനവും തടയുന്നതിനായി ജനജാഗ്രതാ സമിതികൾ പ്രവർത്തനം ആരംഭിച്ചു. പീരുമേട് എക്സൈസ് വകുപ്പും ഗ്രാമപഞ്ചായത്തും സംയുക്തമായാണ് പദ്ധതിക്ക് നേതൃത്വം നൽകുന്നത്. പഞ്ചായത്തിലെ വിവിധ വാർഡുകളിൽ അതാത് വാർഡംഗം കൺവീനറായാണ് ജാഗ്രതാ സമിതികൾ രൂപീകരിച്ചിരിക്കുന്നത്. പ്രദേശത്തെ ലഹരിവസ്തുക്കളുടെ ഉപയോഗവും വിൽപ്പനയും പൂർണ്ണമായും ഇല്ലാതാക്കുകയും യുവാക്കൾക്കും വിദ്യാർത്ഥികൾക്കും ഇടയിൽ ബോധവൽക്കരണം ശക്തമാക്കുകയുമാണ് സമിതിയുടെ പ്രധാന ലക്ഷ്യം. നാട്ടിൽ ലഹരി ഉപയോഗമോ സംശയാസ്പദമായ പ്രവർത്തനങ്ങളോ ശ്രദ്ധയിൽപ്പെട്ടാൽ എക്സൈസ് അധികൃതരെയും ജനജാഗ്രതാ സമിതിയെയും വിവരം അറിയിക്കാവുന്നതാണ്. ഗ്രാമതലത്തിൽ ജനപങ്കാളിത്തത്തോടെയുള്ള ഈ പ്രതിരോധം ലഹരിമുക്ത അന്തരീക്ഷം സൃഷ്ടിക്കാൻ ഏറെ സഹായകരമാകുമെന്ന് ഭാരവാഹികൾ പറഞ്ഞു. ന്യൂസ് ബ്യൂറോ, ഇടുക്കി. സംസ്ഥാനത്തെ മഴക്കെടുതിയും പ്രളയവും നേരിടുന്നതിനും ദുരിതബാധിതർക്ക് അടിയന്തര ആശ്വാസം ഉറപ്പാക്കുന്നതിനുമായി സുപ്രധാന തീരുമാനങ്ങൾക്ക് മന്ത്രിസഭ അംഗീകാരം നൽകിയതായി മുഖ്യമന്ത്രി VD സതീശൻ മന്ത്രിസഭാ യോഗത്തിന് ശേഷം നടത്തിയ വാർത്താ സമ്മേളനത്തിൽ മാധ്യമങ്ങളോട് പറഞ്ഞു. പ്രളയത്തിൽ മരിച്ചവരുടെ കുടുംബങ്ങൾക്ക് ധനസഹായം വർദ്ധിപ്പിക്കുന്നതിനോടൊപ്പം വീടും ഉപജീവനവും നഷ്ടപ്പെട്ടവർക്ക് പ്രത്യേക സഹായ പദ്ധതികൾ, AI അധിഷ്ഠിത ഡാം മാനേജ്മെന്റ്, ഫ്ലഡ് മാപ്പിംഗ് സംവിധാനം എന്നിവ ഉൾപ്പെടെ സമഗ്ര ദുരന്ത നിവാരണ നടപടികളാണ് സർക്കാർ നടപ്പിലാക്കുന്നത്. കണ്ണൂർ ചെറുപുഴയിൽ രക്ഷാപ്രവർത്തനത്തിനിടെ ജീവൻ നഷ്ടമായ തിരുവനന്തപുരം സ്വദേശിയും ദുരന്ത രക്ഷാപ്രവർത്തന പരിശീലകനുമായ R രാജേഷിന് സംസ്ഥാന ബഹുമതി നൽകുവാനും അദ്ദേഹത്തിന്റെ പൂർത്തിയാകാത്ത വീട് സർക്കാർ നിർമ്മിച്ചു നൽകുവാനും തീരുമാനിച്ചതായും മുഖ്യമന്ത്രി അറിയിച്ചു. കണ്ണൂർ ചെറുപുഴയിൽ പ്രളയജലത്തിൽ ഒറ്റപ്പെട്ടുപോയ ഒരാളെ രക്ഷിക്കാൻ ശ്രമിക്കുന്നതിൽ ജീവൻ പൊലിഞ്ഞ തിരുവനന്തപുരം കല്ലൂർ സ്വദേശിയും ദുരന്ത രക്ഷാപ്രവർത്തന പരിശീലകനുമായ R രാജേഷിൻ്റെ വിയോഗം വേദനാജനകമാണ്. മുൻപും പ്രളയകാലത്ത് ഇദ്ദേഹം ഈ ദുരന്തമുഖങ്ങളിലെല്ലാം രക്ഷാപ്രവർത്തനം നടത്തിയിട്ടുള്ള ഒരാൾക്ക് സ്വന്തം ജീവൻ തണവൽഗണിച്ചാണ് അദ്ദേഹം മറ്റൊരാൾക്ക് ജീവൻ്റെ രാജേഷിൻ്റെ കുടുംബാംഗങ്ങളുടെയും ദുഃഖത്തിൽ പങ്കുചേരുന്നു. അദ്ദേഹത്തിന് സംസ്ഥാനത്തിൻ്റെ ബഹുമതി, സ്റ്റേറ്റ് ഓണർ അദ്ദേഹത്തിന് നൽകാൻ തീരുമാനിച്ചിട്ടുണ്ട്. അദ്ദേഹത്തിൻ്റെ പൂർത്തിയാകാത്ത വീട് പൂർത്തിയാക്കി കൊടുക്കാനും ഉള്ള തീരുമാനമെടുത്തിട്ടുണ്ട്. ഇന്നത്തെ മന്ത്രിസഭാ യോഗത്തിലെ ചില പ്രധാനപ്പെട്ട തീരുമാനങ്ങൾ 2024 തൃശ്ശൂർ ജില്ലയിലുണ്ടായ കാലവർഷത്തിലും ഉരുൾപൊട്ടലിലും വീട് നഷ്ടപ്പെട്ട ധനസഹായം ലഭിക്കാൻ ബാക്കിയുള്ള 248 ഗുണഭോക്താക്കൾക്ക് മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിൽ നിന്നും ധനസഹായം അനുവദിക്കാൻ തീരുമാനിച്ചു. പിന്നെ പോലീസ് കംപ്ലയിൻറ്റ് അതോറിറ്റി ചെയർപേഴ്സണായിട്ട് റിട്ടയേർഡ് ജസ്റ്റിസ് CN രാമചന്ദ്രൻ അവരെ നിയമിച്ചു. നമ്മൾ വേറെ പുതിയ ചില കാര്യങ്ങൾ അത് മന്ത്രിസഭാ യോഗത്തിലല്ല, 2026-27 സാമ്പത്തിക വർഷം, ഈ സാമ്പത്തിക വർഷത്തിലെ തദ്ദേശ സ്ഥാപനങ്ങൾക്ക് കൊടുക്കേണ്ട വികസന ഫണ്ടിൻ്റെ 1ാം ഗഡു 2029,15 രൂപ നൽകാൻ തീരുമാനിച്ചു. കഴിഞ്ഞ സർക്കാർ 3ാം ഗഡു നൽകിയിരുന്നില്ല. ഈ സാഹചര്യത്തിൽ കഴിഞ്ഞ വർഷത്തെ സ്പിൽ ഓവർ പദ്ധതികൾക്കായുള്ള തുക മുനിസിപ്പാലിറ്റികൾക്ക് 136 കോടിയും കോർപ്പറേഷനുകൾക്ക് 188 കോടിയും അധികമായി നൽകും. 16ാം ധനകാര്യ കമ്മീഷൻ്റെ അർബൻ റൂറൽ ഗ്രാൻറ്റുകളിലെ അസന്തുലിതാവസ്ഥ സംസ്ഥാനത്തെ നഗര തദ്ദേശ സ്ഥാപനങ്ങളിൽ ഒരു പ്രതിസന്ധി ഉണ്ടാക്കിയിട്ടുണ്ട്. ഇത് പരിഹരിക്കാൻ വേണ്ടി കൂടിയിട്ടാണ് മുനിസിപ്പാലിറ്റികൾക്കും കോർപ്പറേഷനുകൾക്കുമായിട്ട് 312 കോടി രൂപ അധികമായിട്ട് നൽകുന്നത്. അതുപോലെ പാചക തൊഴിലാളികളുടെ വേതനം
44 കോടി അനുവദിച്ചു. ഇപ്പോൾ വർദ്ധിപ്പിച്ച ഇതടക്കം 2 ദിവസത്തിനുള്ളിൽ അവരുടെ അക്കൗണ്ടിൽ എത്താൻ വേണ്ടിയിട്ടുള്ള തീരുമാനം നമ്മൾ എടുത്തിട്ടുണ്ട്. കാലവർഷ കെടുതിയെ സംബന്ധിച്ച ഏറ്റവും പുതിയ വിവരം 462 ക്യാമ്പുകളാണ് സംസ്ഥാനത്ത് പ്രവർത്തിക്കുന്നത്. അതിൽ 27,048 പേര് ക്യാമ്പിലുണ്ട്. അതിൽ പത്തനംതിട്ടയിലെ 157, ആലപ്പുഴയിലെ 81, കോട്ടയത്ത് 154. ഇതാണ് ഏറ്റവും പ്രധാനപ്പെട്ട 3 ജില്ലകളിൽ ഏറ്റവും കൂടുതൽ ക്യാമ്പുള്ളത്. മറ്റതെല്ലാം 10 ബന്ധപ്പെട്ട് മാത്രമാണുള്ളത്. നമുക്ക് ഇതുവരെ റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടുള്ള മരണങ്ങൾ 26 ആണ്. 11 പേർക്ക് അപകടം പറ്റിയിട്ടുണ്ട്. 4 പേര് മിസ്സിംഗ് ആണ്. അതുപോലെ 1882 ഹെക്ടർ കൃഷി സ്ഥലത്ത് നാശനഷ്ടം ഉണ്ടായിട്ടുണ്ട്. ഒരു 67.44 കോടി രൂപ ഇപ്പോഴത്തെ പ്രാഥമിക വിവരങ്ങൾ അനുസരിച്ച് നഷ്ടമുണ്ടായിട്ടുണ്ട്. തൊഴിലന്വേഷകർക്കായി ജിടെക് എഡ്യൂക്കേഷൻ തൊടുപുഴയുടെ ആഭിമുഖ്യത്തിൽ ഓഗസ്റ്റ് 8-ന് സൗജന്യ തൊഴിൽമേള നടത്തുമെന്ന് മാനേജ്മെന്റ് വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു. വിവിധ മേഖലകളിൽ പ്രവർത്തിക്കുന്ന 15ഓളം പ്രമുഖ സ്ഥാപനങ്ങളിലെ HR പ്രതിനിധികൾ നേരിട്ടെത്തി ഉദ്യോഗാർത്ഥികളുമായി അഭിമുഖം നടത്തി നിയമനം നൽകും. പഠിച്ചിറങ്ങുന്ന ഉദ്യോഗാർത്ഥികൾക്ക് മികച്ച കരിയർ ഉറപ്പാക്കുന്നതിന്റെ ഭാഗമായാണ് എല്ലാ വർഷവും ജിടെക് ഇത്തരത്തിലുള്ള തൊഴിൽ മേളകൾ സംഘടിപ്പിച്ചു വരുന്നതെന്നും മാനേജ്മെന്റ് വ്യക്തമാക്കി. തൊഴിലന്വേഷകർക്കായി ജിടെക് എഡ്യൂക്കേഷൻ തൊടുപുഴയുടെ ആഭിമുഖ്യത്തിൽ സൗജന്യ തൊഴിൽ മേള സംഘടിപ്പിക്കുന്നു. ഓഗസ്റ്റ് 8-ന് നടക്കുന്ന റിക്രൂട്ട്മെന്റ് ഡ്രൈവിൽ വിവിധ മേഖലകളിൽ പ്രവർത്തിക്കുന്ന 15ഓളം പ്രമുഖ സ്ഥാപനങ്ങളിലെ HR പ്രതിനിധികൾ നേരിട്ടെത്തി ഉദ്യോഗാർത്ഥികളുമായി അഭിമുഖം നടത്തി നിയമനം നൽകും. വിവിധ കമ്പനികളിലായി അക്കൗണ്ടിംഗ്, IT, ഡിസൈനിംഗ്, എഡിറ്റിംഗ്, ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷൻ, ഓഫീസ് അഡ്മിനിസ്ട്രേഷൻ, ഡിജിറ്റൽ മാർക്കറ്റിംഗ്, സെയിൽസ്, ഇലക്ട്രീഷ്യൻ, മെക്കാനിക്കൽ, സിവിൽ തുടങ്ങി നിരവധി മേഖലകളിലായി 100 കണക്കിന് ഒഴിവുകളാണ് റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത്. മികച്ച കമ്പനികളിൽ അനുയോജ്യമായ തൊഴിൽ നേടാൻ ആഗ്രഹിക്കുന്നവർക്ക് ഈ മേള ഒരു വലിയ അവസരമായിരിക്കും. ജിടെക് വിദ്യാർത്ഥികളുടെ തൊഴിൽ സാധ്യതകൾ വർദ്ധിപ്പിക്കുന്നതിന് വേണ്ടിയാണ് ഈ റിക്രൂട്ട്മെന്റ് ഡ്രൈവ് പ്രധാനമായും സംഘടിപ്പിക്കുന്നത് എങ്കിലും പൊതുജനങ്ങൾക്കും ഇതിന്റെ പ്രയോജനം ലഭ്യമാകും. ജിടെക് വിദ്യാർത്ഥികൾക്ക് പുറമെ ഏത് വിദ്യാഭ്യാസ യോഗ്യതയുള്ളവർക്കും നിലവിൽ തൊഴിൽ ചെയ്യുന്നവർക്കും പ്രായപരിധിയില്ലാതെ ഏത് തൊഴിലന്വേഷകർക്കും ഈ മേളയിൽ പങ്കാളികളാകാം. ലോകമെമ്പാടുമായി 32 ലക്ഷത്തിലധികം വിദ്യാർത്ഥികൾ പഠനം പൂർത്തിയാക്കുകയും നിലവിൽ 1,65,000-ത്തിലധികം വിദ്യാർത്ഥികൾ പരിശീലനം നേടുകയും ചെയ്യുന്ന പ്രമുഖ കമ്പ്യൂട്ടർ സാങ്കേതിക വിദ്യാഭ്യാസ സ്ഥാപനമാണ് ജിടെക്. പഠിച്ചിറങ്ങുന്ന ഉദ്യോഗാർത്ഥികൾക്ക് മികച്ച കരിയർ ഉറപ്പാക്കുന്നതിന്റെ ഭാഗമായാണ് എല്ലാ വർഷവും ജിടെക് ഇത്തരത്തിലുള്ള തൊഴിൽ മേളകൾ സംഘടിപ്പിച്ചു വരുന്നത്. ഒരു സൗജന്യ തൊഴിൽമേള സംഘടിപ്പിക്കുകയാണ്. നമ്മൾ എല്ലാ വർഷവും ചെയ്യുന്നതാണ് ഇങ്ങനെയൊരു തൊഴിൽമേള. ഓഗസ്റ്റ് 8-ാം തീയതി ഈ വരുന്ന ശനിയാഴ്ച ജിടെക്കിൽ വെച്ചിട്ടാണ് നടത്തുന്നത്. 15 കമ്പനികൾ ആണ് ഇപ്പോൾ നിലവിൽ രജിസ്റ്റർ ചെയ്തിരിക്കുന്നത്. അപ്പോൾ എന്താ പറയുക, കുട്ടികൾക്ക് നേരിട്ട് അവരുടെ HR ഇവിടെ വന്നിട്ട് ഇൻ്റർവ്യൂ ചെയ്യുകയാണ് ചെയ്യുന്നത്. അപ്പോൾ അങ്ങനത്തെ ഇൻ്റർവ്യൂ ആണ് അറേഞ്ച് ചെയ്തിരിക്കുന്നത്. ഏകദേശം 500ഓളം വേക്കൻസികൾ ഇതുവരെയൊക്കെ ലിസ്റ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ കുട്ടികൾക്ക് നേരിട്ട് ഇൻ്റർവ്യൂവിൽ പങ്കെടുക്കാനുള്ള അവസരം അത്രയ്ക്ക് പെട്ടെന്ന് കിട്ടില്ലാത്ത കമ്പനികളാണ്. അതായത് ഇൻഫോ പാർക്കിലെ കമ്പനികളുടെ എല്ലാ തരത്തിലുള്ള വേക്കൻസികളും നമ്മൾ ഇതിനകത്ത് ലിസ്റ്റ് ചെയ്യാറുണ്ട്. സാധാരണ രീതിയിൽ എന്താ പറയുക, നമ്മുടെ കുട്ടികൾക്ക് കൂടുതൽ ചാൻസുകൾ കിട്ടുക എന്നാണ് നമ്മുടെ ഉദ്ദേശമെങ്കിലും നമ്മളിത് ഓപ്പൺ ഫോർ ഓൾ ആണ്. ആർക്ക് വേണമെങ്കിലും ഇതിനകത്ത് പങ്കെടുക്കാം. അതായത് ഏത് കോളേജിൽ പഠിക്കുന്ന കുട്ടികൾക്കും ഏത് സ്ഥലത്ത് പഠിക്കുന്ന കുട്ടികൾക്കും പ്രായഭേദമില്ലാതെ ഈ പ്രോഗ്രാമിൽ പങ്കെടുക്കാൻ കഴിയും. അപ്പോൾ അങ്ങനെ മികച്ച ജോലി കണ്ടെത്താനും ഒക്കെ ഉള്ള ഒരു അവസരമായിട്ടാണ് ഇത് മുമ്പോട്ട് വച്ചിരിക്കുന്നത്. അത് ഇപ്പോൾ IT, ഡിസൈനിങ്, ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷൻ, അതുകൂടാണ്ട് ഓഫീസ് അഡ്മിനിസ്ട്രേഷൻ, ഇങ്ങനെ വിവിധ തരത്തിലുള്ള ജോലികൾ, അതുകൂടാണ്ട് സെയിൽസ്, മാർക്കറ്റിംഗ്, ഇങ്ങനെ എല്ലാ തരത്തിലുള്ള വേക്കൻസികളും ഇതിനകത്ത് ലിസ്റ്റഡ് ആണ്. അപ്പോൾ നമ്മൾ എല്ലാ വർഷവും ഇങ്ങനത്തെ പ്രോഗ്രാം നടത്താറുണ്ട്. അതിൻ്റെ പാർട്ടായിട്ടാണ് ഈ വർഷവും നടത്തുന്നത്. എല്ലാ വർഷവും നല്ല റിക്രൂട്ട്മെൻറ്റുകൾ നടക്കാറുമുണ്ട്. അപ്പോൾ ഈ വരുന്ന ശനിയാഴ്ചയാണ് ഇങ്ങനൊരു പ്രോഗ്രാം നടക്കുന്നത്. സംഘാടനവുമായി ബന്ധപ്പെട്ട് വിളിച്ചു ചേർത്ത വാർത്താ സമ്മേളനത്തിൽ ജിടെക് ഇടുക്കി ഏരിയ ഡയറക്ടർ നോബി സുദർശൻ, എറണാകുളം ഏരിയ ഡയറക്ടർ അനീഷ് ജോർജ്, സെൻട്രൽ ഡയറക്ടർ ലിംന നോബി, ഏരിയ മാനേജർ അനന്തകൃഷ്ണൻ, ഏരിയ കോർഡിനേറ്റർ സനൽ സജി എന്നിവർ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, തൊടുപുഴ. 15ാമത് പ്രയാണം സ്വാതന്ത്ര്യ സമര സന്ദേശയാത്ര ഈ വർഷവും വിപുലമായി നടത്തുമെന്ന് ജാഥ ക്യാപ്റ്റൻ റെജി നളന്ത, ചീഫ് കോർഡിനേറ്റർ സത്യൻ കോനാട്ട് എന്നിവർ അറിയിച്ചു. ജാതിമത ചിന്തകൾക്ക് അതീതമായി പ്രവർത്തിക്കുന്ന എഴുത്തുകാരുടെ കൂട്ടായ്മയാണ് സ്കൂൾ കോളേജ് വിദ്യാർത്ഥികളെ കേന്ദ്രീകരിച്ച് പ്രയാണം നടത്തിവരുന്നത്. അടിമാലിയിൽ നിന്നും യാത്ര ആരംഭിക്കും. എറണാകുളം സെന്റ് മേരീസ് HSSൽ വെച്ച് ഉദ്ഘാടനം നടക്കും. കൊച്ചി മേയർ അഡ്വക്കേറ്റ് VK മിനിമോൾ ഉദ്ഘാടനം നിർവഹിക്കും.
ഇടുക്കി, കോട്ടയം, എറണാകുളം ജില്ലകളിലൂടെ പര്യടനം നടത്തും. പുതിയ തലമുറയെ രാജ്യസ്നേഹമുള്ളവരാക്കി വാർത്തെടുക്കുക എന്നതാണ് പ്രയാണത്തിലൂടെ ലക്ഷ്യമിടുന്നതെന്ന് റെജി നളന്ത പറഞ്ഞു. കഴിഞ്ഞ 14 വർഷമായിട്ട് ഇടുക്കി ജില്ലയിലെ അടിമാലിയിൽ നിന്നും ആരംഭിച്ചിരിക്കുന്ന ഒരു യാത്രയാണ് പ്രയാണം എന്നത് സ്വാതന്ത്ര്യ സമര സന്ദേശയാത്ര. സ്കൂൾ കോളേജ് വിദ്യാർത്ഥികൾക്കിടയിലൂടെയാണ് യാത്ര കടന്നു പോകുന്നത്. ഈ 14 വർഷമായിട്ട് ഏകദേശം 3 ലക്ഷം വരുന്ന കുട്ടികളോട് സ്വാതന്ത്ര്യ സമര കഥകൾ പറയാൻ ഞങ്ങൾക്ക് കഴിഞ്ഞിട്ടുണ്ട്. ഈ കഥകൾ പറയുന്നതിലൂടെ കുട്ടികളിൽ ഒരു ദേശസ്നേഹം ഉണ്ടാവുകയും അങ്ങനെ പുതിയ തലമുറ രാജ്യസ്നേഹമുള്ളവരായി വളർന്നു വരണം എന്നുള്ളൊരാഗ്രഹമാണുള്ളത്. തീർച്ചയായിട്ടും ഈ കഥകൾ കേൾക്കുന്ന കുട്ടികൾക്ക് അവരിലൊരു 20-30% വരുന്ന കുട്ടികളുടെ കണ്ണുകൾ നിറയും. അവർക്ക് നാടിനു വേണ്ടി എന്തെങ്കിലുമൊക്കെ ചെയ്യണമെന്നുള്ളൊരു ചിന്തയുണ്ടാകും. വളരെ ഫലപ്രദമായിട്ട് കഴിഞ്ഞ 14 വർഷമായിട്ട് ഈ യാത്ര നമുക്ക് മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിഞ്ഞിട്ടുണ്ട്. ഈ വർഷം 15ാം വർഷമാണ് ഈ വർഷം ഇടുക്കി അടിമാലിയിൽ നിന്നും ഈ യാത്ര ആരംഭിക്കുന്നത്. വരുന്ന ദിവസം, അതായത് 6-ാം തീയതി എറണാകുളത്ത് പള്ളിക്കരയിൽ നിന്നും സെൻറ് മേരീസ് സ്കൂളിൽ നിന്നാണ് ഈ യാത്ര ഇപ്പോൾ ആരംഭിക്കുന്നത്. ഇടുക്കി, കോട്ടയം, എറണാകുളം ജില്ലകളിലൂടെ പര്യടനം നടത്തി അടിമാലിയിലാണ് ഈ യാത്ര പര്യവസാനിക്കുന്നത്. കേരളത്തിൻ്റെ വിവിധ ജില്ലകളിലൂടെ ഈ യാത്ര കഴിഞ്ഞ 15 വർഷമായി കടന്നു പോകാൻ ഞങ്ങൾക്ക് കഴിഞ്ഞിട്ടുണ്ട്. തീർച്ചയായിട്ടും ഇത്തരം കുട്ടികൾ, ഈ കഥകൾ കേൾക്കുന്ന കുട്ടികളിൽ ഒരു ചെറിയ ശതമാനമെങ്കിലും നാളുകളിൽ പൊതുരംഗത്തേക്ക് വന്നാൽ അവർ വളരെ കമ്മിറ്റഡ് ആയിരിക്കും, നാടിനു വേണ്ടി എന്തെങ്കിലുമൊക്കെ ചെയ്യാൻ കഴിയുന്ന കുട്ടികളായിരിക്കും എന്നുള്ള ചിന്തയാണ് ഇത് പങ്കുവയ്ക്കുന്നത്. ജാതി, മത, വർണ്ണ, വർഗ ചിന്തകൾക്ക് അതീതമായിട്ട് പ്രവർത്തിക്കുന്ന ഞങ്ങൾ ഒരുപറ്റം എഴുത്തുകാരുടെ ഒരു കൂട്ടായ്മയാണ് ഈ യാത്ര സംഘടിപ്പിക്കുന്നത്. നന്ദി. ചേലച്ചുവട് CSI മെഡിക്കൽ മിഷൻ ഹോസ്പിറ്റലിന്റെയും തൊടുപുഴ ബേബി മെമ്മോറിയൽ ഹോസ്പിറ്റലിന്റെയും സംയുക്ത ആഭിമുഖ്യത്തിൽ മെഡിക്കൽ ക്യാമ്പ് നടത്തി. ഇടുക്കി കഞ്ഞിക്കുഴി ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് സോയിമോൻ സണ്ണി ഉദ്ഘാടനം ചെയ്തു. CSI മെഡിക്കൽ മിഷൻ ഹോസ്പിറ്റൽ PRO സ്റ്റെനി ജോർജ് അധ്യക്ഷത വഹിച്ചു. നിരവധി പേർ ക്യാമ്പിന്റെ സേവനം പ്രയോജനപ്പെടുത്തി. ചേലച്ചുവട് CSI മെഡിക്കൽ മിഷൻ ഹോസ്പിറ്റലിന്റെയും തൊടുപുഴ ബേബി മെമ്മോറിയൽ ഹോസ്പിറ്റലിന്റെയും സംയുക്ത ആഭിമുഖ്യത്തിൽ ചേലച്ചുവട് CSI മെഡിക്കൽ മിഷൻ ഹോസ്പിറ്റലിൽ മെഡിക്കൽ ക്യാമ്പ് സംഘടിപ്പിച്ചു. ഇടുക്കി കഞ്ഞിക്കുഴി ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് സോയിമോൻ സണ്ണി ഉദ്ഘാടനം ചെയ്തു. CSI മെഡിക്കൽ മിഷൻ ഹോസ്പിറ്റൽ PRO സ്റ്റെനി ജോർജ് അധ്യക്ഷത വഹിച്ചു. ജോൺസൺ സാം സ്വാഗതവും ജാൻസി തോമസ് നന്ദിയും പറഞ്ഞു. ആശുപത്രി അഡ്മിനിസ്ട്രേറ്റർ റവറൻ ബിജോയ് TJയും സെന്റ് സ്റ്റീഫൻസ് CSI ചർച്ച് ഇടവക വികാരി റവറൻ ഡോക്ടർ ബിനോയ് P ജേക്കബും നേതൃത്വം നൽകി. തൊടുപുഴ ബേബി മെമ്മോറിയൽ ഹോസ്പിറ്റലിലെ ഓർത്തോപീഡിക് വിദഗ്ധരായ ഡോക്ടർ ക്രിസ്റ്റോ ജോസ്, ഡോക്ടർ അലക്സ് T ജോൺസൺ എന്നിവർ ക്യാമ്പിൽ രോഗികളെ പരിശോധിച്ച് വിദഗ്ധ ചികിത്സാ നിർദ്ദേശങ്ങൾ നൽകി. നിരവധി പേർ ക്യാമ്പിന്റെ സേവനം പ്രയോജനപ്പെടുത്തി. ന്യൂസ് ബ്യൂറോ, ഇടുക്കി. അഞ്ചിരി RPSന്റെ നേതൃത്വത്തിൽ കേന്ദ്ര ഗവൺമെന്റ് പദ്ധതിയായ സ്മാം പദ്ധതിയിൽ ഉൾപ്പെടുത്തി 50% സബ്സിഡിയിൽ ലഭിച്ച കാർഷിക ഉപകരണങ്ങളുടെ വിതരണോദ്ഘാടനം നടന്നു. 7ാം വാർഡ് മെമ്പർ രാജു വള്ളോപ്പള്ളി RPS മെമ്പർ ഫിലിപ്പിന് നൽകി ഉദ്ഘാടനം നിർവഹിച്ചു. അഞ്ചിരി RPSന്റെ നേതൃത്വത്തിൽ കേന്ദ്ര ഗവൺമെന്റ് പദ്ധതിയായ സ്മാം പദ്ധതിയിൽ ഉൾപ്പെടുത്തി 50% സബ്സിഡി ലഭിച്ച കാർഷിക ഉപകരണങ്ങളുടെ വിതരണോദ്ഘാടനം നടന്നു. 7ാം വാർഡ് മെമ്പർ രാജു വള്ളോപ്പള്ളി RPS മെമ്പർ ഫിലിപ്പിന് നൽകി ഉദ്ഘാടനം നിർവഹിച്ചു. RPS എക്സിക്യൂട്ടീവ് കമ്മിറ്റി അംഗം ജോർജ് വടക്കേക്കര ചടങ്ങിൽ ആശംസ നേർന്നു. പ്രസിഡന്റ് ബേബി പഴയിടം, വൈസ് പ്രസിഡന്റ് കുറുവച്ചൻ മരങ്ങാട്ട്, എക്സിക്യൂട്ടീവ് കമ്മിറ്റി അംഗം തോമസ് മൈലാഡൂർ തുടങ്ങിയവർ പങ്കെടുത്തു. വൈസ് പ്രസിഡന്റ് കുറുവച്ചൻ MS, നമ്മുടെ പ്രിയങ്കരനായ പഞ്ചായത്ത് മെമ്പർ രാജു, ഫിലിപ്പ്, നമ്മുടെ ഡയറക്ടർ ബോർഡ് അംഗമായ തോമസ്, മറ്റ് ബഹുജനങ്ങളെ, ഇപ്പോൾ യുവാക്കളും അതുപോലെ സാധാരണ കൃഷിക്കാരും കൃഷിയിൽ നിന്നൊക്കെ പിന്മാറുന്ന ഒരു സാഹചര്യം കേരളം ഒട്ടുക്ക് നിലനിൽക്കുമ്പോൾ യന്ത്രവൽക്കരണവും അതുപോലെ ഉൽപ്പന്നങ്ങളുടെ മൂല്യവർദ്ധന പരിപാടികളും മാർക്കറ്റിങ്ങും പുതിയ മാർക്കറ്റിങ്ങൊക്കെ രംഗപ്രവേശനം ചെയ്തിരിക്കുന്ന ഒരു സമയത്താണ് നാം ഇവിടെ ഒരുമിച്ച് കൂടിയിരിക്കുന്നത്. കാർഷിക രംഗത്ത് തനതായ കൃഷി രീതികൾ, മാൻപവർ ഉപയോഗിച്ചുള്ള കൃഷി രീതികൾ പലപ്പോഴും അസാധ്യമായിരിക്കുന്ന ഒരു സാഹചര്യമാണ്. യുവാക്കളൊക്കെ ഇതിൽ നിന്ന് പിന്തിരിഞ്ഞു നിൽക്കുന്ന ഒരു സാഹചര്യമാണ്. ആ സമയത്ത് യന്ത്രവൽക്കരണ സഹായത്തോടുകൂടി. ന്യൂസ് ബ്യൂറോ, അഞ്ചിരി. ആറന്മുള MLA അബിൻ വർക്കി സഞ്ചരിച്ചിരുന്ന വാഹനം അപകടത്തിൽപ്പെട്ട സംഭവത്തിൽ പോലീസ് അന്വേഷണം ആരംഭിച്ചു.
പത്തനംതിട്ട ഓമല്ലൂരിൽ വെച്ച് ഇന്നലെ രാത്രിയായിരുന്നു അപകടം നടന്നത്. MLAയ്ക്കും വാഹനത്തിലുണ്ടായിരുന്ന മറ്റ് 3 പേർക്കും പരിക്കേറ്റെങ്കിലും ആരുടെയും പരിക്കുകൾ ഗുരുതരമല്ല. പ്രളയ ദുരിതാശ്വാസ പ്രവർത്തനങ്ങളിൽ പങ്കെടുത്ത ശേഷം താമസ സ്ഥലത്തേക്ക് മടങ്ങുന്നതിനിടെയാണ് അപകടമുണ്ടായത്. MLA സഞ്ചരിച്ചിരുന്ന കാറിൽ മറ്റൊരു വാഹനം വന്ന് ഇടിക്കുകയായിരുന്നു. പരിക്കേറ്റവരെ ഉടൻ തന്നെ അടുത്തുള്ള ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. സംഭവത്തിൽ പോലീസ് അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട്. ആറന്മുള MLA അബിൻ വർക്കിയുടെ വണ്ടിയാണ് തട്ടിയിരിക്കുന്നത്. വണ്ടിയിൽ ഇങ്ങോട്ട് കൊണ്ടിടിച്ചാണ്. തൃശൂർ മെഡിക്കൽ കോളേജിൽ നിർമ്മാണത്തിലിരിക്കുന്ന അമ്മയും കുഞ്ഞും വാർഡിൽ തീപിടുത്തമുണ്ടായി. ആളപായമില്ല. കെട്ടിടം ഒഴിഞ്ഞു കിടന്നതുകൊണ്ട് വൻ ദുരന്തം ഒഴിവായി. വടക്കാഞ്ചേരി, തൃശൂർ തുടങ്ങിയ യൂണിറ്റുകളിൽ നിന്നുള്ള ഫയർഫോഴ്സ് ഉദ്യോഗസ്ഥരെത്തി തീയണച്ചു. നിർമ്മാണം നടക്കുന്ന കെട്ടിടത്തിന്റെ മുകൾ നിലയിലാണ് തീപിടുത്തമുണ്ടായത്. തീപിടുത്തത്തിന്റെ കാരണം വ്യക്തമല്ല. മുകൾ നിലയുടെ മേൽക്കൂരയ്ക്ക് കേടുപാടുകൾ സംഭവിച്ചു. തീ പൂർണ്ണമായും അണച്ചു കഴിഞ്ഞു. തീ അണച്ചതിനു ശേഷവും പ്രദേശമാകെ വ്യാപിച്ച കനത്ത പുക ദീർഘനേരത്തെ പരിശ്രമം കൊണ്ടാണ് അഗ്നിശമന സേന നിയന്ത്രണ വിധേയമാക്കിയത്. കെട്ടിടത്തിൽ വൈദ്യുത കണക്ഷൻ എടുത്തിട്ടില്ലെന്ന് ഒരു വിഭാഗം അവകാശപ്പെടുന്നുണ്ടെങ്കിലും ഈ ഘട്ടത്തിൽ കാരണം സ്ഥിരീകരിക്കുവാൻ കഴിയില്ല. അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട്. സംഭവം നമുക്ക് തൃശ്ശൂർ നിലയത്തിൽ നിന്ന് നമുക്ക് കോള് കിട്ടി. തൊട്ട് പുറകെ നമുക്ക് ഡയറക്റ്റ് കോള് നമ്മുടെ വടക്കാഞ്ചേരി നിലയത്തിലേക്ക് വന്നു. അപ്പം നമ്മളോട് വരുമ്പോൾ അതായത് സെക്കൻഡ് ഫ്ലോറിൽ 2 നിലകളിൽ നിന്ന് ഒരുപോലെ പുക പുറത്തേക്ക് വരും. അതിൻ്റെ ചൂടും ഉണ്ടായിരുന്നു. അപ്പം നമുക്ക് പെട്ടെന്ന് അത് ഫയർ ഏത് മുറിയിലാണെന്നുള്ളത് കണ്ടെത്തുന്നതിൻ്റെ ഒരു ചെറിയ അപ്പം നമ്മൾ ഉടനെ തന്നെ സെറ്റ് ധരിച്ച് അകത്ത് കയറി. അപ്പോൾ ഒരു ഭാഗത്ത് തീ കണ്ടെത്തി. ഇതിന് ശേഷം കഴിഞ്ഞു. പിന്നെ എല്ലാ ഭാഗങ്ങളും അതായത് ചൂട് കൊണ്ട് അതിൻ്റെ സീലിംഗ്, അതായത് സെക്കൻഡ് ഫ്ലോറിൽ ഏറെക്കുറെ സീലിങ്ങുകൾ നശിച്ചായിരുന്നു. അപ്പം തീ നിശേഷം കെടുത്തി. പിന്നീടുള്ളത് പുകയാണ്. പുക മൊത്തം നിറഞ്ഞു നിൽക്കുകയായിരുന്നു. അപ്പോൾ അത് ബുദ്ധിമുട്ടുണ്ടാക്കുന്നതായിരുന്നു. അപ്പം പുകയും നമ്മൾ ഏതാണ്ട് 1 മണിക്കൂറോളം ശ്രമം നടത്തി. പുകയിന് ശേഷം പോയിട്ടുണ്ട്. ഇതിൽ 1-2 ചെറിയ രീതിയിൽ വർക്ക് നടക്കുന്നതായിട്ട്, അതായത് ഇന്ന് വർക്കില്ല എന്ന് പറഞ്ഞെങ്കിൽ 1-2 സ്റ്റാഫുകൾ അവിടെ നിന്ന് വർക്ക് ചെയ്തതാണെന്ന് നമുക്ക് തോന്നുന്നത്. അങ്ങനെ ഏത് രീതിയിൽ തീപിടുത്തം ഉണ്ടായെന്നറിയില്ല. വൈദ്യുത കണക്ഷൻ അവർ എടുത്തിട്ടില്ലെന്ന് ഒരു ഭാഗം പറയുന്നുണ്ടെങ്കിലും കാരണം നമുക്കറിയാൻ പറ്റുന്നില്ല. അവർ ഏതെങ്കിലും തരത്തിൽ വർക്ക് ചെയ്തുകൊണ്ടിരുന്ന സമയത്ത് ഷോർട്ട് ആയതാവാം ഒരു ചാൻസ് ഉണ്ട്. അതിൻ്റെ വ്യക്തമായിട്ട് അറിയുന്നില്ല. അതിനെ അന്വേഷിച്ച് കണ്ടെത്താൻ പറ്റത്തുള്ളൂ. ആളുകൾക്കൊന്നും പരിക്കില്ല. നമ്മളവിടെ ചെല്ലുമ്പോൾ നമുക്ക് ആ ഭാഗത്തു നിന്ന് 1-2 പേരെ 2-3 പേരെ കാണാൻ പറ്റുന്നുണ്ടായിരുന്നു. അപ്പോൾ ഒരു പക്ഷേ അവർ ആ വർക്കിൽ ഏർപ്പെട്ടവരായിരിക്കാം. അപ്പോൾ അവരോട് അന്വേഷിച്ചപ്പോഴത്തേക്ക് ആളുകൾ ആരും അതിൽ അകപ്പെട്ടില്ലെന്ന് അറിയാൻ പറ്റി. അപ്പം പിന്നെ നമ്മൾ ആരെങ്കിലും ഉണ്ടോ എന്ന് കണ്ടെത്താനുള്ള ശ്രമമായിരുന്നു ആദ്യം നടത്തിയത്. അപ്പോൾ അങ്ങനെ ആരും ഇല്ലാന്ന് അറിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ തീ കെടുത്തി. ഇപ്പം നിലവിൽ അപകടകരമായ സാഹചര്യം ഒന്നും തന്നെ ഇല്ല. സെക്കൻഡ് ഫ്ലോറിൽ ആ ബ്ലോക്കിൻ്റെ ഏതാണ്ട് ഒരു പകുതി ഭാഗം അതിൻ്റെ സീലിംഗ് നഷ്ടപ്പെട്ടിട്ടുണ്ട്. ഇത്രയും കാര്യങ്ങളാണുള്ളത്. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. സംസ്ഥാനത്തെ ദുരിതാശ്വാസ ക്യാമ്പുകളിൽ യാതൊരുവിധ അടിസ്ഥാന സൗകര്യങ്ങളുമില്ലെന്ന് CPM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ. ഇടുക്കി കോളപ്രയിലെ ഉരുൾപൊട്ടൽ ദുരന്ത മേഖല സന്ദർശിച്ച ശേഷം മാധ്യമപ്രവർത്തകരോട് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. ഒരാഴ്ചക്കിടെ ഇടുക്കി ഡാമിൽ 20 അടി ജലനിരപ്പ് ഉയർന്നു. വൈദ്യുതി പ്രതിസന്ധിക്ക് ആശ്വാസം.
രാജമുടി SC ഉന്നതിയിൽ കഴിഞ്ഞ ദിവസം കാട്ടാനശല്യം നേരിട്ട പ്രദേശം MLA സിറീക് തോമസ് സന്ദർശിച്ചു. കനത്ത മഴയിൽ വണ്ണപ്പുറം കമ്പകക്കാനത്ത് റോഡ് തകർന്ന ഇടങ്ങളിൽ ഇടുക്കി MP അഡ്വക്കേറ്റ് ഡീൻ കുര്യാക്കോസ് സന്ദർശനം നടത്തി. സംസ്ഥാനത്തെ മഴക്കെടുതിയും പ്രളയവും നേരിടുന്നതിനും ദുരിതബാധിതർക്ക് അടിയന്തര ആശ്വാസം ഉറപ്പാക്കുന്നതിനുമായി സുപ്രധാന തീരുമാനങ്ങൾക്ക് മന്ത്രിസഭ അംഗീകാരം നൽകിയതായി മുഖ്യമന്ത്രി VD സതീശൻ. ഇതോടുകൂടി വാർത്താ ബുള്ളറ്റിൻ സമാപിക്കുന്നു. നമസ്കാരം.